എല്ലാവർക്കും ഇന്നത്തെ മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഡിറ്റർമിനൻസ് എന്ന പാഠഭാഗത്തിലെ നമ്മൾ പഠിച്ചിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഒന്ന് ജസ്റ്റ് റിവൈസ് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടത്തുന്നത്. ഡിറ്റർമിനൻസ് എന്നുള്ള പാഠഭാഗം മുഴുവനും ബന്ധപ്പെട്ടിരിക്കുന്നത് സ്ക്വയർ മാട്രിക്സുമായി ബന്ധപ്പെട്ട ഡിസ്കഷനാണ് എന്ന് ആദ്യം ഓർക്കുക. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞത് definition of determinant ആണ് അല്ലേ. Determinant is a value associated with a square matrix എന്നാണ് നമ്മൾ ആദ്യം സംസാരിച്ചത്. അപ്പം സ്ക്വയർ മാട്രിക്സുമായി അസോസിയേറ്റ് ചെയ്ത വാല്യൂ എന്ന് പറയുമ്പോൾ അത് നമുക്ക് പഠിക്കാനുള്ളത് 1/1 കേസാണ്, 2/2, 3/3 അങ്ങനെ 3 കേസസ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1/1 അത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പക്ഷേ എക്സ്പാൻഷൻ ഓഫ് എ 2/2 ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം മെയിൻ ഡയഗണൽ എലമെന്റ്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നു മൈനസ് ദി എലമെന്റ്സ് ഓഫ് ദി അതർ. ഓക്കെ, പിന്നീട് നമ്മൾ പറഞ്ഞത് ഒരു 3/3 ഡിറ്റർമിനന്റ് എക്സ്പാൻഷൻ ആണ്. ഒരു 3/3 ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്യാൻ നമുക്ക് 6 വ്യത്യസ്തങ്ങളായ വഴികളുണ്ട്. 3 റോയിൽ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം, 3 കോളത്തിലും നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള 6 രൂപത്തിൽ നമുക്കത് എക്സ്പാൻഡ് ചെയ്യാം. അപ്പം നമ്മൾ തിരഞ്ഞെടുക്കുന്ന വഴി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ സീറോസ് വരുന്ന റോ അല്ലെങ്കിൽ കോളം നമ്മൾ സെലക്ട് ചെയ്താൽ നമുക്ക് വളരെ പെട്ടെന്ന് ആൻസറിലേക്ക് എത്തിച്ചേരാൻ പറ്റും. പിന്നെ ഓരോ റോയും കോളവും എഴുതുമ്പോൾ നമ്മൾ അതിൻ്റെ സൈൻ നോക്കണം, പ്ലസ് മൈനസ് എന്നുള്ള ചിഹ്നങ്ങളൊക്കെ നോക്കിയിട്ട് വേണം എക്സ്പാൻഡ് ചെയ്യാൻ. ഓക്കെ, നാലാമതായിട്ട് നമ്മൾ സംസാരിച്ചത് പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻസ് ആണ് അല്ലേ. കാര്യമായിട്ട് നമ്മൾ 6 വ്യത്യസ്തങ്ങളായ പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്. പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻസിൽ 6 പ്രോപ്പർട്ടീസും നമുക്ക് ഓർമ്മ ഉണ്ടായിരിക്കണം. ഡിറ്റർമിനന്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് എ ട്രാൻസ്പോസ്. പിന്നെ 2 റോകൾ ഇന്റർചേഞ്ച് ചെയ്താൽ വാല്യൂ ഓഫ് ഡിറ്റർമിനന്റ് ചേഞ്ചസ് ദി സൈൻ. റോയിൽ പറയുന്നതെല്ലാം കോളത്തിലും ശരിയായിരിക്കും. പിന്നീട് if 2 rows are identical or columns are identical, value of determinant is 0. If 2 rows are proportional, the value of determinant is 0. പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടി ആയിരുന്നു ഡിറ്റർമിനന്റ് ഓഫ് കെ എ ഇസ് ഈക്വൽ ടു കെ റൈസ് ടു എൻ ഡിറ്റർമിനന്റ് ഓഫ് എ. അതുപോലെ ഒരു റോയുടെ കൂടെ മറ്റൊരു റോയുടെ മൾട്ടിപ്പിൾ ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്താൽ ഡിറ്റർമിനന്റിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യില്ല എന്നുള്ളൊരു പ്രോപ്പർട്ടി. അതുപോലെ ഒരു റോ സം ഓഫ് 2 ടേംസ് ആണെങ്കിൽ ആ ഡിറ്റർമിനന്റിനെ 2 ഡിറ്റർമിനന്റിനെ സം ആക്കി എഴുതാൻ പറ്റുമെന്നുള്ളൊരു പ്രോപ്പർട്ടി. ഇത്രയും പ്രോപ്പർട്ടീസാണ് മെയിനായിട്ട് നമ്മൾ പ്രോപ്പർട്ടിയിൽ പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിരുന്നു. അതെല്ലാം നിങ്ങൾ ചെയ്ത് പഠിക്കണം. പിന്നീട് നമ്മൾ പറഞ്ഞത് ചെറിയൊരു ആപ്ലിക്കേഷൻ അതിനിടയിൽ നമ്മൾ സംസാരിച്ചു. അത് ഏരിയ ഓഫ് ട്രയാങ്കിൾ വിത്ത് ഗിവൺ വെർട്ടീസസ് ആയിരുന്നു. +1 പഠിച്ച ഫോർമുലയ്ക്ക് നമ്മളൊരു പുതിയ രൂപം നൽകി. ഡിറ്റർമിനന്റിന്റെ ഫോർമുല ആയിരിക്കും നമ്മൾ ചെയ്തിരിക്കുന്നത്. ഡെൽറ്റ ഹാഫ് ഓഫ് x1 y1 1, x2 y2 1 ആൻഡ് x3 y3 1 അങ്ങനെയായിരുന്നു നമ്മൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ. അതുമായി ബന്ധപ്പെട്ട് ഇക്വേഷൻ ഓഫ് സ്ട്രേറ്റ് ലൈൻ പറഞ്ഞു. പിന്നീട് കൊലീനിയാരിറ്റി ഓഫ് 3 പോയിന്റ്സ്. ഓക്കെ, ഈ പിന്നീട് നമ്മൾ പറഞ്ഞ പോയിന്റ് മൈനേഴ്സ് ആൻഡ് കോഫാക്ടേഴ്സ് ആയിരുന്നു. മൈനർ ഓഫ് ആൻ എലമെന്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആ എലമെന്റ് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന റോയും കോളവും ക്യാൻസൽ ചെയ്തിട്ട് റിമൈനിങ് ഡിറ്റർമിനന്റിന്റെ എക്സ്പാൻഷൻ ആയിരുന്നു. മൈനറിന് ഉപയോഗിക്കുന്ന സിമ്പിൾ MIJ എന്നായിരുന്നു. അതിനൊരു സൈൻ അസൈൻ ചെയ്യുമ്പോൾ അതിന് പറയുന്ന പേരാണ് കോഫാക്ടർ. കോഫാക്ടർ ഡിനോട്ട് ചെയ്യുന്നത് AIJ. അപ്പം AIJ is equal to signed minor is called cofactor. ഓക്കെ, പിന്നീട് നമ്മൾ ഡിറ്റർമിനന്റിന്റെ എക്സ്പാൻഷൻ അല്ലെ. ഓരോ കറസ്പോണ്ടിങ് എലമെന്റ്സിന് ഇത് ഫസ്റ്റ് റോയിലെ എലമെന്റ് ആണ് A11 A12 A13. കറസ്പോണ്ടിങ് എലമെന്റ്സിനെ കറസ്പോണ്ടിങ് കോഫാക്ടേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് DTA വാല്യൂ കിട്ടും. ഇത് നമ്മൾ A11 സ്മോൾ A11 സ്മോൾ A12 സ്മോൾ A13 ഫസ്റ്റ് റോയിലെ എലമെന്റ്സ് ആണ്. അതിനെ ഫസ്റ്റ് റോയിലെ എലമെന്റിന്റെ കോഫാക്ടർ കൊണ്ട് ചെയ്യുമ്പോഴാണ് ആൻസർ കറക്റ്റ് കിട്ടുക. അല്ലെങ്കിൽ നമ്മൾ സെക്കൻഡ് റോയുടെ കോഫാക്ടർ ആണ് യൂസ് ചെയ്തതെങ്കിൽ നമുക്ക് ആൻസർ 0 ആയിരിക്കും. തേർഡ് റോയുടെ ഉപയോഗിച്ച് കഴിഞ്ഞാലും ആൻസർ 0 ആയിരിക്കും. നമ്മൾ എലമെന്റ് സെലക്ട് ചെയ്യുന്നത് ഫസ്റ്റ് റോ ആണെങ്കിൽ കോഫാക്ടറും ആ ഫസ്റ്റ് റോയിൽ തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ ആൻസർ 0 ആവാനാണ് സാധ്യത. ഓക്കെ, പിന്നീട് നമ്മൾ പറഞ്ഞിരിക്കുന്നത് വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് അഡ്ജോയിന്റ് ഓഫ് എ മെട്രിക്സ് അല്ലെ. അഡ്ജോയിന്റ് ഓഫ് എ മെട്രിക്സ് മീൻസ് ട്രാൻസ്പോസ് ഓഫ് ദി കോഫാക്ടർ മെട്രിക്സ്. ഓക്കെ, 9ാമതായി നമ്മൾ സംസാരിച്ചത് ഒരു റിസൾട്ട് ആയിരുന്നു. A into adj A is equal to determinant of A into I. ഈ ചാപ്റ്ററിൽ ഒരു പ്രധാനപ്പെട്ട റിസൾട്ടാണ്, ഓർത്തു വെക്കുക. 10ാമതായി നമ്മൾ പറഞ്ഞത് സിംഗുലർ ആൻഡ് നോൺ സിംഗുലർ മെട്രിക്സ്. എന്താണ് സിംഗുലർ മെട്രിക്സ്? ഡിറ്റർമിനന്റ് 0 വന്നാൽ അത്തരം മെട്രിക്സുകൾക്ക് പറയുന്ന പേരാണ് സിംഗുലർ. ഡിറ്റർമിനന്റ്
സീറോ അല്ലെങ്കിൽ നോട്ട് സീറോ ആണെങ്കിൽ അതിന് പറയുന്ന പേരാണ് നോട്ട് സിംഗുലർ. അപ്പൊ സീറോ സിംഗുലർ, നോട്ട് സീറോ നോട്ട് സിംഗുലർ. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞത് ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് ആണ് അല്ലെ. ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് ഡിഫൈൻ ചെയ്തു. ഒരു മെട്രിക്സിനെ മറ്റൊരു മെട്രിക്സ് കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ ഐഡന്റിറ്റി കിട്ടുകയാണെങ്കിൽ സെക്കൻഡ് മെട്രിക്സിന് പറയുന്ന പേരാണ് ഇൻവേഴ്സ് ഓഫ് ഫസ്റ്റ്. ഫസ്റ്റ് മെട്രിക്സ് ആൻഡ് സെക്കൻഡ് മെട്രിക്സ് ആർ ഇൻവേഴ്സസ് ഈച്ച് അതർ. അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻവേഴ്സസ് ആയിരിക്കും, പ്രത്യേകം ഓർക്കുക. ഇൻവേഴ്സ് കാണാൻ നമ്മൾ ഒരു ഫോർമുല ഡിറൈവ് ചെയ്തു. ഈ 9th പോയിന്റ് ഉപയോഗിച്ചിട്ടാണ് ഫോർമുല ഡിറൈവ് ചെയ്തിരിക്കുന്നത്. എ ഇൻവേഴ്സ് ഇസ് ഇക്വൽ ടു അഡ്ജ് എ ഡിവൈഡഡ് ബൈ ഡിറ്റി എ. മറക്കരുത്, ഓർത്ത് വെക്കുക. എ ഇൻവേഴ്സ് ഇസ് ഇക്വൽ ടു അഡ്ജ് എ ഡിവൈഡ് ബൈ ഡിറ്റി എ. ഒരു കണ്ടീഷൻ ഉണ്ട്, ഡിനോമിനേറ്റർ ഒരിക്കലും 0 ആവാൻ പാടില്ല. അതായത് ഡിറ്റി എ നോട്ട് ഈക്വൽ ടു 0. ഡിറ്റി എ നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഇറ്റ് ഈസ് എ നോൺ സിംഗുലാർ മെട്രിക്സ്. അപ്പോൾ ഒരു മെട്രിക്സ് ഇൻവേർട്ടിബിൾ ആവണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി എ നോൺ സിംഗുലാർ മെട്രിക്സ്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ പറഞ്ഞത് ഒരു റിസൾട്ട് ആയിരുന്നു ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻവേഴ്സ് ഇസ് ഇക്വൽ ടു 1 ബൈ ഡിറ്റി എ. അപ്പൊ ഒരു എ ഇൻവേഴ്സിന്റെ ഡിറ്റർമിനന്റ് ചോദിച്ചാൽ നമ്മൾ എ ഇൻവേഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. സിമ്പിൾ ആയിട്ട് ഡിറ്റി എ ചെയ്തിട്ട് അതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി. എ ഇൻവേഴ്സ് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3/3 ടൈം കൺസ്യൂമിംഗ് പ്രോസസ് ആണ്. പക്ഷേ ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻവേഴ്സ് ചോദിച്ചാൽ ഡയറക്റ്റ് ആൻസർ ആണ്. മറ്റൊരു റിസൾട്ട് ആയിരുന്നു ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജ് എ ഇസ് ഇക്വൽ ടു ഡിറ്റി എ റേസ്ഡ് n - 1. അഡ്ജോയിന്റിന്റെ ഡിറ്റർമിനന്റ് ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ അഡ്ജോയിന്റ് കാണേണ്ട ആവശ്യമില്ല, ഡിറ്റി എ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. അതിനാണ് ഈ രണ്ട് റിസൾട്ടുകളും ഉപയോഗിക്കുന്നത്. ഓക്കെ, 14ാമതായിട്ട് നമ്മൾ പറഞ്ഞ പോയിന്റ് എ ബി ഇൻവേഴ്സ് ഇസ് ഇക്വൽ ടു ബി ഇൻവേഴ്സ്. ഇൻവേഴ്സുമായി ബന്ധപ്പെട്ട ഒരു റിസൾട്ട് ആണ് എന്ന് മാത്രം. ഇതുപോലെ നമ്മൾ ട്രാൻസ്പോസിലും പഠിച്ചിട്ടുണ്ട്. എ ബി ട്രാൻസ്പോസ് ഇസ് ഇക്വൽ ടു ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ്. രണ്ടും സിമിലർ റിസൾട്ടുകളാണ്. ഓക്കെ, അവസാനമായി നമ്മൾ പറഞ്ഞത് ഈ ചാപ്റ്ററിൽ application of determinants അല്ലെ. application of determinant നമ്മൾ സൊല്യൂഷൻസ് ഓഫ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് ആണ്. അത് വെരി ഇമ്പോർട്ടന്റ് ആണ്. ഷുവർ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പരീക്ഷയ്ക്ക്. x is equal to a inverse b എന്നുള്ള ഒരു ടൂൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സൊല്യൂഷൻ ചെയ്യുന്നത്. ക്യാപിറ്റൽ x അല്ലെ വേരിയബിൾസ് ആണ്. a inverse into b. a inverse എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഎഫിഷ്യന്റ് മെട്രിക്സിന്റെ ഇൻവേഴ്സ്. x is equal to a inverse b എന്നുള്ള ഫോർമുലയിൽ നമ്മൾ അത് സോൾവ് ചെയ്യും. അത് a inverse എക്സിസ്റ്റ് ചെയ്യുമെങ്കിൽ സൊല്യൂഷൻ നമുക്ക് എക്സിസ്റ്റ് ചെയ്യും. ഇനി കൺസിസ്റ്റൻസി ഓഫ് എ സിസ്റ്റം. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിസ്റ്റത്തിന് സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അതിന് കൺസിസ്റ്റന്റ് എന്ന് പറയും, സൊല്യൂഷൻ ഇല്ലെങ്കിൽ ഇൻകൺസിസ്റ്റന്റ് എന്ന് പറയും. കൺസിസ്റ്റൻസിക്ക് വേണ്ടിയുള്ള കണ്ടീഷൻസ് നമ്മൾ പറഞ്ഞു. ഡിറ്റർമിനന്റ് ഓഫ് എ 0 അല്ലെങ്കിൽ നോട്ട് 0 ആണെങ്കിൽ യുണീക്ക് സൊല്യൂഷൻ ആയിരിക്കും, അപ്പോൾ കൺസിസ്റ്റന്റ് ആയി. പക്ഷേ ഡിറ്റി എ 0 വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു ടെസ്റ്റിന് കൂടി വിധേയമാക്കണം. അതായത് അഡ്ജ് എ ഇൻറ്റു ബി ചെയ്ത് നോക്കണം. അഡ്ജ് എ ഇൻറ്റു ബി നോട്ട് 0 ആണെങ്കിൽ നോ സൊല്യൂഷൻ ആയിരിക്കും, ഇൻകൺസിസ്റ്റന്റ്. പക്ഷേ അഡ്ജ് എ ഇൻറ്റു ബി 0 വന്നു കഴിഞ്ഞാൽ വീണ്ടും സൊല്യൂഷൻ ഉണ്ടാവാനും ഉണ്ടാവാതിരിക്കാനും സാധ്യതയുണ്ട്. ഇപ്പോൾ മേ ഓർ മേ നോട്ട് കൺസിസ്റ്റന്റ് എന്ന് പറയും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിറ്റർമിനൻസ് എന്നുള്ള ഈ ചാപ്റ്ററിൽ പഠിച്ചു കഴിഞ്ഞത്. ഈ 15 പോയിന്റിൽ ഊന്നി നിന്നുകൊണ്ടാണ് ഡിറ്റർമിനൻസ് എന്നുള്ള ചാപ്റ്ററിലെ ഡിസ്കഷൻ മുന്നോട്ട് പോയത്. ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി. താങ്ക് യു.